ദ ന്യൂ ബോൾഡ് അൽക്കസർ എന്നാണ് ഹ്യുണ്ടായി അൽക്കസറിനെ, പുതിയ അൽക്കസറിനെ വിളിക്കുന്നത്. ആ ബോൾഡ് എന്ന് വിളിക്കാനായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം 2021 ആദ്യമായി ഹ്യുണ്ടായി അൽക്കസർ എന്ന് പറയുന്ന മോഡലിനെ ഇറക്കുന്നത്. ആ 2021 ജൂൺ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര സെയിലെന്ന് പറയാൻ പറ്റാത്തൊരു വാഹനമായിരുന്നു. അതിൻ്റെ റീസൺ അതിൻ്റെ ഒരു ബോൾഡ് ഫീൽ ഇല്ല എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ബോൾഡ് ലുക്കോട് കൂടി തന്നെയാണ്. സോ ഞാൻ ആ ബോൾഡ് എന്ന് പറയാൻ കാര്യം തന്നെ അൽക്കസറിനെ ഇപ്പോൾ ഹ്യുണ്ടായി വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത്. ഫ്രണ്ട് ലുക്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇത് പഴയ അൽക്കസറിനും എന്നുള്ള ഡിഫറൻസ് മാത്രമല്ല, ഇപ്പോൾ ഹ്യുണ്ടായുടെ ലൈനപ്പിലുള്ള മോഡൽസ് നോക്കിയാൽ പോലും സിമിലാരിറ്റി വളരെ കുറച്ചാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു DRL യൂണിറ്റാണ്. ഇത് DRL കംപ്ലീറ്റ് വരുന്നത്. ഇത് ഇവിടെ എല്ലാം അതുപോലെ തന്നെ അത് കണക്ട് ചെയ്തും വരുന്നുണ്ട്. ഇത് കണക്ഷൻ കംപ്ലീറ്റ് കണക്ഷൻ അല്ല, വേറെ 3 ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ ഒരു ഇത് എച്ച് ഷേപ്പ് ആയിട്ടാണ് DRL വന്നിരിക്കുന്നത്. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് ഇവിടെ വരുന്നത്. ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട്. എൻ്റെ ഗ്രിൽ സെറ്റപ്പ് ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത ഗ്രിൽ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. താഴെ വന്നിരിക്കുന്ന സ്കിഡ് പ്ലേറ്റ് ഒരു സിൽവർ കളർ സ്റ്റൈലിംഗാണ് സ്കിഡ് പ്ലേറ്റ് വന്നിരിക്കുന്നത്. സോ ഓവറോൾ നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ് പഴയ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള അൽക്കസറായിട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അൽക്കസർ. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അൽക്കസറിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് മനസ്സിലാവും ഇതൊരു 7 സീറ്ററാണ് 6 സീറ്റർ ആണെന്നുള്ള കാര്യം. കാരണം ക്രെറ്റ ആണ്, അല്ലെങ്കിൽ ക്രെറ്റയെ പോലെയൊക്കെ നമ്മൾ നേരത്തെ വിചാരിച്ചെങ്കിലും ക്രെറ്റയേക്കാൾ ലെങ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ 7 സീറ്റർ 6 സീറ്റർ ഓപ്ഷൻ നമുക്ക് വരും. ഫ്രണ്ടിൽ നിന്ന് വരുന്ന സ്കിഡ് പ്ലേറ്റിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് വീൽ ആർച്ചിലേക്കും ക്ലാഡിങ്ങിലേക്കും എല്ലാം ലഭിക്കുന്നുണ്ട്. വീൽസ് വരുന്ന ഒരു 18-inch വീൽസ് ആണ്. ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. 18-inch വീൽസ് ആണ് വരുന്നത്. DCT, അത് ഓട്ടോമാറ്റിക് DCTയുടെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ വേറെ വ്യത്യാസങ്ങളൊന്നും പഴയ അൽക്കസറായിട്ട് നോക്കിയാൽ സൈഡ് പ്രൊഫൈലിൽ വലിയ വ്യത്യാസങ്ങളൊന്നും അതിൻ്റെ ഡിസൈനിലോ കാര്യങ്ങളൊന്നുമില്ല. മുകളിലൊരു റൂഫ് റെയിൽ നൽകിയിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് പിന്നെയും ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ട് പോലെ തന്നെ റിയറിലും വ്യത്യാസമുണ്ട്. ഒരു ഫുൾ ലെങ്ത് കണക്റ്റഡ് ടെയിൽ ലാമ്പ് തന്നെയാണ് റിയറിൽ വരുന്നത്. അൽക്കസർ എന്നുള്ള ബാഡ്ജിങ് അത് കവേർഡാണ് വരുന്നത്, ഒരു ഗ്ലാസ് കവേർഡാണ് വരുന്നത്. അതുകൊണ്ട് അത് ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു പുതിയ സ്റ്റൈലിൽ അൽക്കസറിനുള്ള റൈറ്റിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ സിഗ്നേച്ചർ എന്ന് പറയുന്ന വേരിയൻ്റ് ആയിരിക്കണം. ടർബോ പെട്രോൾ എഞ്ചിനാണിത്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ബൂട്ട് സ്പേസ് ഉണ്ട്. അതിനകത്ത് പ്രത്യേകത നമുക്ക് ഇതൊരു 6 സീറ്റർ ഓപ്ഷനാണ്. ഇത് നമുക്ക് 50-50 എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബൂട്ട് സ്പേസ് കിട്ടും. അൽക്കസറിൻ്റെ ഇൻറ്റീരിയറാണ് പഴയ അൽക്കസറുമായിട്ട് കമ്പയർ ചെയ്താൽ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ നമ്മൾ ക്രെറ്റയിൽ നിന്നൊരു ചേഞ്ച് നോക്കിയാൽ ഏകദേശം ക്രെറ്റ പോലെ തന്നെ ഇരിക്കും ഇതിൻ്റെ ഇൻറ്റീരിയർ. അതാണ് അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു എവാലുവേഷൻ. പക്ഷേ പഴയതിൽ നോക്കിയാൽ 2021 വന്ന അൽക്കസറുമായിട്ട് നോക്കിയാൽ ഇപ്പോൾ ഉണ്ടായിരുന്ന അൽക്കസറുമായിട്ട് നോക്കിയാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീനാണ് വരുന്നത്. ഒരു ഡ്യുവൽ സ്ക്രീനാണ് വരുന്നത്. ഒറ്റ പാനലിലാണ് അത് വരുന്നത്. അത് ഒരു ബോക്സ് പോലെ ചെയ്തിട്ടാണ് വന്നത്. ഞാൻ ക്രെറ്റ ചെയ്ത സമയത്ത് പറഞ്ഞു ഈ ബോക്സ് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറ്റ് ലുക്സ് ഡിഫറെൻറ്റ്. ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ വന്നപ്പോൾ ഇച്ചിരി കൂടെ ഒരു പ്രീമിയം പ്രീമിയം ടച്ച് ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് AC-യുടെ വെൻറ്റ്, ഒരു എക്സ്റ്റൻഡഡ് AC വെൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആ AC വെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ടാണ് വരുന്നത്. ഇത് ക്രെറ്റയിൽ കണ്ട സെയിം സ്റ്റൈലിംഗ് ആണ്. ഇതുപോലെ ഇവിടെ ഒരു വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്, C ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, നോർമൽ USB കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ടിൻ്റെ ഒരു ചാർജറും ഈ അകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ഇത് DCT ആണ്. DCTയുടെ ഗിയർ ലിവർ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഫ്രണ്ടിലെ 2 സീറ്റും ബാക്കിലെ 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഇപ്പോൾ വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വരുന്ന ഒരു ലക്ഷറിയുടെ അല്ലെങ്കിൽ ഒരു കംഫർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുന്ന രീതിയിലാണ് വരുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഫുൾ ലെങ്ത്തിൽ ഒരു പാൻഡ്രോമിക് സൺറൂഫും ഇപ്പോൾ അൽക്കസറിൽ വരുന്നുണ്ട്. സീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ സീറ്റ് വരുന്നത് ഒരു കംപ്ലീറ്റ് ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബേജ് കളർ ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു സീറ്റ് രണ്ടും വരുന്നത്. സീറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല രസമുണ്ട്. 2 സീറ്റും ഫ്രണ്ടിലെ 2 സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ ഡ്രൈവർ സീറ്റ് ആണെങ്കിലും 2 മെമ്മറി ഫംഗ്ഷനും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ബോസിൻ്റെ സ്പീക്കേഴ്സാണ്. ഫുൾ സ്പീക്കേഴ്സും ബോസിൻ്റെ ആണ് വരുന്നത്. നമുക്ക് നേരത്തെ ക്രെറ്റയിലൊക്കെ കണ്ടിരിക്കുന്നതാണ് ബോസിൻ്റെ സ്പീക്കേഴ്സ്. ഫ്രണ്ട് റോയിലെ കാര്യങ്ങളൊക്കെ അതാണ്. സ്പേസിൻ്റെ കാര്യത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു നല്ലൊരു സ്പേസ് ആയിട്ട് തന്നെ വരുന്നു. നമുക്ക് സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോ അൽക്കസറിൻ്റെ ഒരു പൊസിഷനാണ് ആദ്യം പറയാനുള്ളത്. ഭയങ്കര ഒരു കമാൻഡിങ് പൊസിഷനിലാണ് ഇരിക്കുന്നത് തന്നെ. നല്ല ഹൈറ്റിൽ നമ്മൾ ഇരിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു പൊസിഷൻ, പുറത്തേക്കുള്ള ഒരു വ്യൂ എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സൺ ഷെയ്ഡ് തന്നിട്ടുണ്ട്. ആ ഷെയ്ഡും നമുക്ക് പുതിയൊരു അഡീഷനാണ്. പിന്നെ വരുന്നതിൻ്റെ സീറ്റിങ്ങിൻ്റെ ഒരു കംഫർട്ടാണ്. നേരത്തെ ഉണ്ടായിരുന്ന അൽക്കസറിൽ എനിക്ക് ആ ഒരു തൈ സപ്പോർട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൈ സപ്പോർട്ട് ഗംഭീരമാക്കി ഈ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സീറ്റ് ആണെങ്കിലും കംഫർട്ടബിൾ ആണ്. ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വിങ് ടൈപ്പ് ഹെഡ് റെസ്റ്റ് ആണ് നൽകിയിരുന്നത്. അത് നമ്മുടെ ഹെഡെല്ലാം വളരെ പ്രോപ്പറായിട്ട് ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
സ്പേസിൻ്റെ കാര്യത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല. സെക്കൻഡ് റോ ഞാൻ ഫുൾ ബാക്കിലേക്ക് ഇട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ എൻ്റെ പൊസിഷനിലാണ് ഫ്രണ്ട് സീറ്റും കിടക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടേബിൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കണമെങ്കിലൊക്കെ ലാപ്ടോപ്പ് വെച്ചാൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാവും, ഇരിക്കാൻ സാധ്യത. മാക്സിമം 3.5 കിലോഗ്രാമാണ് ഇതിനകത്ത് വെക്കാവുള്ളൂ എന്ന് പറയുന്നു. ലാപ്ടോപ്പ് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഫുഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ വെക്കാം. ഈ സീറ്റ് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഒരു ബോസ് മോഡ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഫ്രണ്ടിൽ ആളിരിക്കുന്നില്ലെങ്കിൽ ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് ചെയ്യാം. അതുപോലെ റീക്ലൈനിങ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി സ്പേസ് ഈ സീറ്റിൽ ലഭിക്കും. ആ സൺറൂഫിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് ബാക്ക് വരെ കിട്ടുന്നുണ്ട്. സോ ഇതിനകത്ത് ഇതൊരു 6 സീറ്റ് മോഡലായതുകൊണ്ടാണ് ക്യാപ്റ്റൻ സീറ്റ് വന്നിരിക്കുന്നത്. 7 സീറ്റ് ആണെങ്കിൽ ഫുൾ ലെങ്ത് വരും. ഈ 6 സീറ്റർ അല്ലെങ്കിൽ 7 സീറ്റർ മോഡൽ നമുക്ക് ബാക്കിൽ സീറ്റ് ഉണ്ടാവും. 50-50 എന്നുള്ള രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ബാക്കിൽ കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഒരാൾക്ക് ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ലാതിരിക്കാം, പക്ഷേ ഒരു അഡൾട്ടിന് ഈ രീതിയിലിരുന്നാൽ നമുക്ക് അത്യാവശ്യമൊക്കെ ട്രാവൽ ചെയ്യാം. പക്ഷേ ഒരു കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ലാതിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ്, ഒരു AC ബ്ലോവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സി ടൈപ്പ് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. AC ബ്ലോവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. സീറ്റ്സും 2.2 സീറ്റ് ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു എയർ അല്ലെങ്കിൽ വിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. സോ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് നല്ലൊരു സ്പേസ് ആയിരിക്കും ഇതിൻ്റെ തേർഡ് റോ. 2 എഞ്ചിൻ ഓപ്ഷനോട് കൂടിയായിരിക്കും അൽക്കസർ വരുന്നത്. ഒരു 1.5 ലിറ്റർ പെട്രോൾ GDI പെട്രോൾ എഞ്ചിനോട് കൂടിയും അതുപോലെ തന്നെ 1.5 CRDI ഡീസൽ എഞ്ചിനോട് കൂടിയും. പെട്രോൾ എഞ്ചിൻ വരുന്നത് ഒരു 160 PS 160 PS പവറും 251 ന്യൂട്ടൺ ടോർക്കുമാണ്. 6 സ്പീഡ് മാനുവലും 7 സ്പീഡ് DCTയിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഫ്യൂവൽ എഫിഷ്യൻസി മാനുവൽ വേർഷന് 17.5ഉം DCT വേർഷന് 18 km/ലിറ്ററുമാണ് ഫ്യൂവൽ എഫിഷ്യൻസി പറയുന്നത്. പെട്രോൾ എഞ്ചിൻ്റെ കാര്യം. ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.5 ലിറ്റർ CRDI എഞ്ചിനാണ് ഡീസൽ എഞ്ചിൻ വരുന്നത്. 116 PS പവറും 250 ന്യൂട്ടൺ ടോർക്കുമാണ് വരുന്നത്. 6 സ്പീഡ് മാനുവലും നമുക്കിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വേർഷനും നമുക്ക് ഡീസലിൽ ലഭിക്കുന്നുണ്ട്. 20.4 km/ലിറ്റർ ആണ് മാനുവലി കിട്ടുന്നത്. 19 km/ലിറ്റർ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ അൽക്കസറിന് ലഭിക്കും. അൽക്കസർ ഇപ്പോൾ 2 എഞ്ചിൻ ഓപ്ഷനിൽ വരുന്ന ഒരു പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും. പെട്രോൾ എഞ്ചിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14.99 lakhs എന്നാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15.99 lakhs എന്നുമാണ്.